കടകംപള്ളി സുരേന്ദ്രനുമായി അടുത്ത ബന്ധമെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി. 2017 മുതൽ പരിചയമുണ്ടെന്നും പോറ്റി മൊഴി നൽകി. പോറ്റിയുമായി പരിചയമുണ്ടെന്നും പോറ്റിയുടെ വീട്ടിൽ പോയിട്ടുണ്ടെന്നുമാണ് കടകംപള്ളി സുരേന്ദ്രന്റെ മൊഴി. സിജോ വി ജോൺ ചേരുന്നു. സിജോ, രണ്ടുപേർ തമ്മിൽ ബന്ധമുണ്ട് എന്നുള്ളത് നേരത്തെ വ്യക്തമായതാണ്. ഇപ്പം മൊഴിയിലൂടെ അതിൽ കൂടുതൽ വ്യക്തമാവുന്നു. സ്വാഭാവികമായിട്ടും കടകംപള്ളിയിലേക്ക് കാര്യങ്ങളെത്തും. എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് കടകംപള്ളി പ്രതികരിക്കുന്നത്? ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് CPM-നെ ബന്ധപ്പെടുത്തുന്ന ഏറ്റവും വലിയ അറസ്റ്റ് എന്ന് പറയുന്നത് പത്മകുമാറാണ്. അതിനപ്പുറത്തേക്ക് പിന്നീട് PS പ്രശാന്തിനെ ചോദ്യം ചെയ്യുന്നു, കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യുന്നു. പക്ഷെ അപ്പോഴൊന്നും അറസ്റ്റിലേക്ക് അന്വേഷണ സംഘം കടന്നിരുന്നില്ല. കൂടുതൽ വിശദീകരണം വേണം എന്നുള്ള നിലപാടാണ് അന്വേഷണ സംഘം ഇതിൽ സ്വീകരിക്കുകയും ചെയ്തിരുന്നത്. തനിക്ക് ഇക്കാര്യത്തിൽ ഒരു പങ്കുമില്ല എന്നുള്ള കടകംപള്ളി ആവർത്തിക്കുമ്പോഴാണ് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴി പുറത്തു വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുന്ന സമയത്താണ് കടകംപള്ളി സുരേന്ദ്രനുമായി തനിക്ക് അടുത്ത ബന്ധമുണ്ടെന്നുള്ള വിവരം ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നത്. 2017 മുതലുള്ള ബന്ധമാണുള്ളത് എന്നാണ് പറയുന്നത്. അങ്ങനെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വീട്ടിൽ കടകംപള്ളി സുരേന്ദ്രൻ എത്തിയിട്ടുണ്ട് എന്നുള്ളൊരു കാര്യവും പറയുകയും ചെയ്യുന്നുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തപ്പോൾ ഇത് അന്വേഷണ സംഘം കടകംപള്ളിയോട് ഇക്കാര്യം ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹവും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. തനിക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയാം, ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ പുളിമാത്തുള്ള വീട്ടിൽ താൻ പോയിട്ടുണ്ട്. അതൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ഉണ്ണികൃഷ്ണൻ പോറ്റി വിളിച്ചപ്പോൾ അതനുസരിച്ച് പോയതാണ്. ശബരിമലയിൽ വെച്ച് അവിടെ സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പരിചയമുള്ളത്. അവിടെ വെച്ച് പരിചയപ്പെടുന്നു. പിന്നീട് രണ്ടുപേരും തിരുവനന്തപുരംകാരാണ്. പിന്നീട് പല ഒക്കേഷൻസിലും കണ്ട് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായിട്ടോ അതല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ട് ആയിരുന്നില്ല എന്നാണ് പറയുന്നത്. വ്യക്തിപരമായ ബന്ധവും സൗഹൃദത്തിന്റെ അടിസ്ഥാനമാണ് ഉണ്ടായിരുന്നത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ ഈ കൊള്ളയുമായി ഇതിനെ കണക്ട് ചെയ്യാൻ പാടില്ല. കാരണം അത്തരത്തിൽ ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി ഇക്കാര്യങ്ങൾ തന്നോട് ആവശ്യപ്പെടുകയൊന്നും ചെയ്തിട്ടില്ല എന്നാണ് കടകംപള്ളി സുരേന്ദ്രൻ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. അല്പസമയം മുന്നേ കടകംപള്ളി സുരേന്ദ്രൻ അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുകയും ചെയ്യുന്നുണ്ട്. താൻ അവിടെ പോയിട്ടുണ്ട്, അതൊരു സ്വകാര്യ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി തന്നെ വിളിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് പുളിമാത്തുള്ള വീട്ടിൽ എത്തിയതെന്നാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ.